നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടോറിയലിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ നോക്കുന്നത് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എന്ന ഒരു ഫീച്ചറാണ്. അത് ഇൻഡിസൈനിൽ, ഇല്ലസ്ട്രേറ്ററിൽ, ഫോട്ടോഷോപ്പിൽ ഈ 3 പ്രോഗ്രാംസിലും എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് ഗ്രാഫിക് ഡിസൈൻ ട്യൂട്ടോറിയലിന്റെ ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇൻഡിസൈനിലാണ്. സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഇൻഡിസൈനിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ലോഗോസിന്റെ ഒരു ഗ്രൂപ്പാണിത്. 1, 2, 3, 4, 5, 6 ലോഗോസ് ഉണ്ട്. ഇത് ഇല്ലസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത ഒരു EPS ഫയലാണ്. ഇവിടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഹൈ റെസൊല്യൂഷൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഡിസ്പ്ലേ പെർഫോമൻസിൽ പോകുന്നു, ഹൈ ക്വാളിറ്റി ആക്കുന്നു. ഇതാണ് ഇതിന്റെ ഒറിജിനൽ ലോഗോസ്. നമുക്കിതിനെ ഒന്ന് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ച് ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഈവൻസും മറ്റും നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി നടക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുന്ന ഒരു ബാക്ക്ഡ്രോപ്പ് ആണ്. അതെങ്ങനെ വളരെ ഈസിയായി സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ വീണ്ടും നോർമൽ വ്യൂവിലേക്ക് പോവുകയാണ്. നോർമൽ വ്യൂവിലാണ്, ടിപ്പിക്കൽ ഡിസ്പ്ലേയിലായിരിക്കും ഇത് നമുക്ക് വർക്ക് ചെയ്യാൻ കൂടുതൽ എളുപ്പം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കോപ്പി എടുക്കുന്നു. വീണ്ടും ഒരു കോപ്പി കൂടി എടുക്കുന്നു. അതിനുശേഷം ഈ 3 കോപ്പിയും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോപ്പി താഴേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് നീക്കുന്നു. എന്നിട്ട് ഈ ലാസ്റ്റ് ഉള്ള ഗ്രൂപ്പിനെ ഇവിടെ ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ വീണ്ടും ഒരു കോപ്പിയാക്കി ഞാൻ ഈ ഇടതുവശത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ ക്രോപ്പ് ചെയ്തതിനെ വീണ്ടും ഇവിടെ അൺഫോൾഡ് ചെയ്ത്, അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോഗോ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പീറ്റേഷൻ്റെ ഒരു അഭംഗി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓഫ് സെൻറ്ററായി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള കോപ്പീസ് കിട്ടിയിരിക്കുകയാണ്. ഞാനിതിനെല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ എഡിറ്റിൽ പോകുന്നു, സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് എടുക്കുന്നു. 25 mm ആണ് ഇതിൻ്റെ ഹൈറ്റ്. നമുക്കിവിടെ കൺട്രോൾ പാനലിൽ കാണാം 25 mm. ഞാൻ താഴേക്ക് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഞാൻ പോകുന്നത് എഡിറ്റ്, സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ആണ്. സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റിൽ ഇപ്പോൾ ബൈ ഡിഫോൾട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ചില നമ്പേഴ്സ് കിടക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ 0 ആക്കുന്നു. ഓക്കെ, 0, 0, 0. ഓക്കെ, ഇനി കൗണ്ട് എത്ര വേണം എന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര പീസസ് വേണം എന്ന് മെഷർമെൻ്റ് എടുത്ത് വളരെ കൃത്യമായി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഒരു 10 പീസ് ഞാനിവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ വെർട്ടിക്കൽ ഹൈറ്റ് 25 mm ആയിരുന്നു നമ്മുടെ ടോട്ടൽ ഹൈറ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു 28 കൊടുക്കാം. ഓക്കെ, എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പോൾ നമുക്ക് ഏകദേശം ആവശ്യത്തിനുള്ള ഒരു ബാക്ക്ഡ്രോപ്പ് കിട്ടിയിരിക്കാൻ ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ കൂടുതലുള്ളത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇൻഡിസൈനിൽ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സെയിം ഡിസൈൻ ഉപയോഗിച്ച് ഇല്ലസ്ട്രേറ്ററിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇല്ലസ്ട്രേറ്ററിലേക്ക് മാറുന്നു. ഓക്കെ, ഇവിടെ ആ സെയിം ഫയലുണ്ട്. അത് ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു കോപ്പി എടുക്കുകയാണ്. ഒരു കോപ്പി മാത്രം. ഇവിടെ കുറച്ച് വലുതായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒരു കോപ്പി എടുക്കുന്നു. വീണ്ടും ഞാൻ അതിനെ ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് താഴേക്കും ഒരു കോപ്പി ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം അതിനെ റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ കുറച്ച് നീക്കുകയാണ് ആദ്യം ചെയ്ത്. ഇത് ഇടതുവശത്തേക്ക് വേണമെങ്കിൽ ഇടതുവശത്തേക്ക് നീക്കാവുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓക്കെ, അൺഗ്രൂപ്പ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇൻഡിസൈനിൽ ചെയ്തതുപോലെ ഞാൻ കോപ്പിയാണ് എടുത്തിരിക്കുന്നത്, എനിക്ക് കോപ്പി ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇൻഡിസൈനിൽ ചെയ്തതുപോലെ ക്രോപ്പ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇതിനെ അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ഈ ഇവിടെ നിന്നുള്ള ഈ പീസസിനെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റുകയാണ്. അതും എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പീറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അഭംഗി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇനി ഞാൻ എല്ലാം കൂടി ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന് തുടർന്ന് ഞാൻ ഒരു കോപ്പി ഷിഫ്റ്റ് ഓൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങോട്ട് താഴേക്ക് എടുക്കുകയാണ്. ഇനി ഞാൻ കൺട്രോൾ D ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് വിൻഡോസ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് കൺട്രോൾ D, അല്ലെങ്കിൽ മാക് പ്ലാറ്റ്ഫോം ആണെങ്കിൽ കമാൻഡ് D ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. ഇവിടെ കൺട്രോൾ D ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കോപ്പികൾ എടുക്കുന്നു. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള കോപ്പീസ് ഇവിടെ ലഭ്യമായിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇല്ലസ്ട്രേറ്ററിൽ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബാക്ക്ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്നത് ഫോട്ടോഷോപ്പിലാണ്. ഫോട്ടോഷോപ്പിൽ യഥാർത്ഥത്തിൽ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കാം, എന്നാൽ ഉണ്ട്. ഇങ്ങനെ പല ഉത്തരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കൃത്യമായും നമ്മൾക്ക് ഇല്ലസ്ട്രേറ്ററിനേക്കാൾ അല്ലെങ്കിൽ ഇൻഡിസൈനിനേക്കാൾ വളരെ ഈസിയായി
ഫോട്ടോഷോപ്പിലാണ് ഇത് ചെയ്യാൻ സാധിക്കുക. സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ്. ഇവിടെ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട്, മാക്കിൻടോഷിലാണെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് കൂടാതെ ടി എന്ന ഒരു ലെറ്ററും, ഈ 4 കീസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഉപയോഗിച്ച് ലെയറിൻ്റെ ഈ വൈറ്റ് ഏരിയയിൽ കഴ്സർ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടെ സെലക്ഷൻ്റെ ഒരു സിമ്പൽ നമുക്ക് കാണാം. ഞാനത് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതാ സെലക്ട് ആയിരിക്കുകയാണ്. ഇതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. നമുക്കൊരു ഗ്രിഡ് തയ്യാറാക്കുന്നതിനോ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്രിൻറ്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഈ ഫയലിൽ ഞാൻ സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കൺട്രോൾ ഓൾട്ട് ടി ആണ് ഉപയോഗിക്കുന്നത്. ഇതാ ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അവിടെ ആ സെയിം പ്ലേസിൽ തന്നെ ഒരു കോപ്പി തയ്യാറായിരിക്കുകയാണ്. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു കോപ്പി മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് എൻ്റർ കൊടുക്കുന്നു. ഇനി ഞാൻ ഇതിനെ ഡീസെലക്ട് ചെയ്യാതെ തന്നെ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് ടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഓരോ കോപ്പി ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അത് എത്ര കോപ്പി ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ലെയറിൽ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിനെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ ചെയ്യാവുന്ന മറ്റൊരു രീതിയുണ്ട്. അത് ഞാൻ ഇതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. ഞാൻ ഡീസെലക്ട് ചെയ്യുന്നു. തുടർന്ന് ആ ലെയറിനെ വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇതാ അതിനുശേഷം വീണ്ടും ഞാൻ കൺട്രോൾ ഓൾട്ട് ടി ഉപയോഗിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അവിടെ തയ്യാറായി. അത് ഇങ്ങനെ സെലക്ട് ആയിരിക്കുകയാണ്. ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ താഴേക്ക് ഇതാ ഇങ്ങനെ എടുക്കുന്നു. ഇതാ എൻ്റർ കൊടുക്കുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് ടി അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് ടി, ഓരോ ടി പ്രസ് ചെയ്യുമ്പോഴും ഓരോ കോപ്പി അതിൻ്റെ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇത്ര എളുപ്പത്തിൽ ഇതാ ഒരു ഗ്രിഡ് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടെംപ്ലേറ്റ് ആണിത്. ഓക്കെ, ഞാൻ കൺട്രോൾ ഡി അല്ലെങ്കിൽ കമാൻഡ് ഡി ഉപയോഗിച്ച് അതിനെ ഡീസെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ മൾട്ടിപ്പിൾ ലെയേഴ്സിൽ ചെയ്യാവുന്ന ഒരു മാർഗമുണ്ട്. ഇതേ കീസ് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അൺഡു ചെയ്യുന്നു. മൾട്ടിപ്പിൾ അൺഡൂസ് ആണ് ചെയ്യുന്നത്. ഇതാ ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്, കൺട്രോൾ ഓൾട്ട് ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ അവിടെ ഒരു കോപ്പി, ഞാനത് സെലക്ട് ചെയ്തില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. ഇനി ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഒരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. അതിനുശേഷം ഈ 3 മോഡിഫയിങ് കീ ഉപയോഗിക്കുന്നു. ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് ടി പ്രസ് ചെയ്യുന്നു. ഓരോ ടി പ്രസ് ചെയ്യുമ്പോഴും ഓരോ കോപ്പി അവിടെ തയ്യാറാവുന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഓരോ സെപ്പറേറ്റ് ലെയറിലാണ് എന്ന് മാത്രം. ഇതാ നമുക്കിവിടെ കാണാം, ഓരോ സെപ്പറേറ്റ് ലെയറിലായി അത് കോപ്പി ആയിരിക്കുകയാണ്. ഞാൻ ആ ലെയറിലെ എല്ലാം ഇതാ മെർജ് ചെയ്യുകയാണ്. മുകളിലത്തെ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഉപയോഗിച്ച് താഴത്തെ ലെയറും ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അതിനെ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഇ ഉപയോഗിച്ചിട്ട് അതിനെ മെർജ് ചെയ്തിരിക്കുകയാണ്. ഇനി വീണ്ടും ഞാൻ താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. കൺട്രോൾ ഓൾട്ട് അല്ലെങ്കിൽ കമാൻഡ് ഓൾട്ട് ടി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കോപ്പി അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ താഴേക്ക് വലിക്കുന്നു. ഇപ്പോൾ ഒരു കോപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എൻ്റർ കൊടുക്കുന്നു. വീണ്ടും ഞാൻ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് ടി അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് ടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഈ 3 മോഡിഫയിങ് കീ ഉപയോഗിച്ചുകൊണ്ട് ഓരോ തവണയും നമ്മൾ ടി പ്രസ് ചെയ്യുമ്പോൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഫോട്ടോഷോപ്പിൽ എത്ര എളുപ്പത്തിലാണ് ചെയ്യുന്നത് എന്നുള്ളതിന് ചില ഉദാഹരണം. ഓക്കെ, ഞാനത് ഇതാ വീണ്ടും മെർജ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒറ്റ ലെയറിലായിരിക്കുകയാണ്. ഇവിടെ ഒരു പൂവിൻ്റെ ഇതളുണ്ട്. ഈ ഒരു പൂവിൻ്റെ ഇതൾ കൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പൂവ് എത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. ഞാനതിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് ഓൾട്ട് ടി ഉപയോഗിക്കുന്നു. ഇതാ ഇങ്ങനെ ഒരു കോപ്പി ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു. അതിനുശേഷം ഇതാ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ആ സെൻറ്റർ ഏകദേശം ഒരേ സ്ഥലത്ത് വരത്തക്ക രീതിയിൽ ഞാനിതാ എൻ്റർ കൊടുത്തു. അതിനുശേഷം ഞാനിതാ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് ടി അല്ലെങ്കിൽ ഷിഫ്റ്റ് കമാൻഡ് ഓൾട്ട് ടി ഉപയോഗിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഓരോ ടി പ്രസ് ചെയ്യുമ്പോഴും ഓരോ കോപ്പി ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എത്ര പെട്ടെന്നാണ് നമുക്കങ്ങനെ ഒരു ഫുൾ ഫ്ലവർ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് ഒരു ലെയറിലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ആൻഡ് റിപ്പീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇൻഡിസൈനിലും ഇല്ലസ്ട്രേറ്ററിലും ഫോട്ടോഷോപ്പിലും ഒരു ബാനർ തയ്യാറാക്കുന്നതോ അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രിഡ് തയ്യാറാക്കുകയോ ഒക്കെ ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.